ആ എളാപ്പ നിൽക്കണേ. ഹലോ. ആളാപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും മുസ്സലാം. ഹംസ നിങ്ങൾ രണ്ടാം ഇവിടുന്ന് വരണേ? ഞങ്ങൾ നിങ്ങളെ കാണാൻ ഇറങ്ങി തന്നെയാണ്. പെരി പോയിന്ന്. അപ്പൊ എളാമ്മ പറഞ്ഞ പാടത്തേക്ക് പണിക്കാരുണ്ട്, ഇത് വന്നാണ്. അതിപ്പോ എന്ത്? അതിപ്പോ എളാപ്പ എനിക്ക് യുഎഇക്ക് ഒരു വിസ വന്നിട്ടുണ്ട്. അപ്പൊ വിസക്കും ടിക്കറ്റിനും ഒക്കെ കൂടി 2 ലക്ഷം റുപ്യന്റെ അടുത്ത് വരും. ഇതിലാണെങ്കിൽ പൈസ ഒന്നുമില്ല. എന്തെങ്കിലും ഒന്ന് സഹായിച്ചാൻ പറ്റുമോ നിങ്ങൾക്ക് ചോദിച്ചാൻ വേണ്ടി വന്നിരുന്നു. എന്റെ ഇത് ഒന്നട പൈസ ഞാനൊരു ഏക്കർ സ്ഥലം പൂക്കിപ്പറമ്പിൽ വാങ്ങിയിട്ടുണ്ട്. അതിനിപ്പോ ഞാൻ മിഞ്ഞാന്ന് അഡ്വാൻസും കൊടുത്ത് ഇപ്പൊ അതിന് ബാക്കിയുള്ള പൈസ കണ്ടി തിരിയാണ് ഞാൻ. എന്നാൽ 2 ദിവസം മുന്നേ ചോദിച്ചുകൂടായിരുന്നാ? എന്നാളപ്പ ഞാൻ വേറെ എന്തെങ്കിലും വഴി ഉണ്ടാ നോക്കട്ടെ കേട്ടാ. ഞാൻ പോയിട്ടാ എന്നാല്. എല്ലാം ഇനിയിപ്പോ എന്താ ചെയ്യാ പൈസക്ക്? അറിയില്ല പ്രദീപ, ഞാൻ മുട്ടാനുള്ള വാതിലും മുഴുവൻ മുട്ടിയിരിക്കണം. എന്റെ പോക്ക് നടക്കുന്നു തോന്നുന്നില്ല. ഞാനൊരു കാര്യം പറയാം, ഈ മുടക്കൊന്നും പറയരുത്. ഞാൻ എന്റെ വീടിന്റെ ആധാരം പണം വെച്ചാണ് കുറച്ച് പൈസ എടുത്തുതരാം. ഇവിടെ പ്രദീപ അത് വേണ്ടടാ. എനിക്ക് ആകെ ഒരു 3 സെന്റ് സ്ഥലവും അതിലൊരു ശരി ഇരിക്ക കൂലിയല്ലുള്ളത്. എനിക്ക് അങ്ങനെ എടുത്തു തരാൻ കഴിഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഇജ്ജ് എന്റെ കുട്ടികളും വയ്യാതാരാവില്ല. ഹംസ, ഇജ്ജ് ആ കാര്യം ആലോചിച്ചാണ് ബേജാറാണ്ട. അതിന് ദൈവം എന്തെങ്കിലും മാർഗം കാണിച്ചു. എന്നാലും അത് വേണടാ പ്രദീപേ. ഇജ്ജ് അതിനെ പറ്റി ഒന്നും ചിന്തിക്കണ്ട. ഇജ്ജ് ആ പേപ്പറൊക്കെ റെഡി ആക്കിക്കോ. ഞാൻ നാളെ തന്നെ വെച്ചാണ്ട് പൈസ കൊടുന്നേരാം. നാളെ തന്നെ ഒരു അണ്ണനെ പണിക്ക് വിളിച്ചിക്കാണ്ടേ ഈ മുറ്റൊക്കെ ഒന്നാണ് ക്ലിയർ ആക്കിക്കളാ. പിന്നെ പൈൻ്റെ പെട്ടെന്ന് തീർക്കണം. നമുക്ക് ഈ മാസം തന്നെ കയറി ഇരിക്കണം. കുറെ കാലം പറ്റും കുട്ടികളും കൂടി കോട്ടയത്ത് പാർക്ക് തുടങ്ങിയിട്ട് ട്ടാ. ഞാൻ പോണതിന് മുന്നേ തന്നെ ഇത് പരിപാടി കഴിച്ചത്. ഇപ്രാവശ്യം തന്നെ ഇത് തീർത്തിട്ട് ഞാൻ പോവുള്ളൂ. ഹംസ, നമുക്കിപ്പോ ബുദ്ധിമുട്ടായില്ലേടാ അപ്പൊ അത്? പിന്നെ എനിക്കിപ്പോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ പ്രദീപേ. ഈജി അന്ന് എൻ്റെ ആ 3.5 സെന്റ് സ്ഥലം പണയം വെച്ചിക്കാണ്ടാണല്ലോ എന്നെ ഗൾഫിലേക്ക് പറഞ്ഞു വെച്ചത്. ആ പോക്ക് പോയതുകൊണ്ടാണല്ലോ ഞാൻ ഈ കണ്ട മുതൽ ഉണ്ടാക്കിയത്. ഈ കടപ്പാടൊക്കെ ഞാൻ എന്നോട് എങ്ങനെ വീട്ടാനാ? ഞാൻ കാരണമല്ലടാ ഇജും എൻ്റെ കുട്ടികളും കൂടി കോട്ടേജിലായത്, കുറെ വാടകയ്ക്ക് പാർത്തത്. എനിക്കറിയാലോ ആ വിഷ വന്ന സമയത്ത് ഞാൻ മുട്ടാത്ത വാതിലുകളിൽ ചെന്ന് ആ വിഷക്ക് കൊടുക്കാനുള്ള പൈസക്കും വേണ്ടിയിട്ട് അന്ന് എൻ്റെ കൂട്ടക്കാരും കുടുംബക്കാരും എല്ലാവരും അടുത്തേക്കും ഞാൻ പോയിട്ടു ഒരാളും എനിക്കൊരു ഉറുപ്പ്യാൻ്റെ സഹായം ചെയ്തു തന്നിട്ടില്ല. ഞാൻ എന്ത് സഹായം എനിക്ക് ചെയ്താലും ഇജ് എനിക്ക് അന്നാ ചെയ്ത സഹായത്തിന് പകരാവൂല. വലൈക്കും അസ്സലാം. ഞാൻ വന്നിട്ട് ഒരു 5 ദിവസമായി. ഈ ഹംസ ഇപ്പൊ പോയിട്ട് ആകെ 2-3 കൊല്ലല്ലായിട്ടുള്ളൂ. ഓന്റെ വിത്തിപ്പോ കണ്ടമാനം കായുണ്ടല്ലോ, കണ്ടമാനം സ്വത്തും മുതലും വണ്ടിയും ഒക്കെ വാങ്ങിക്കണല്ലോ. അപ്പൊ ആ പ്രദീപിന് ഒരു പെരിയും പറമ്പൊക്കെ വാങ്ങി കൊടുത്ത് ചെയ്തത്. ഇതിനൊക്കെ തോന്നെ പൈസ കൊടുന്ന വഴിക്ക് ഓൻ പോയിന്റ് അവിടെ എന്തോ ഒരു ഗ്രോസറി എന്താ തുടങ്ങിയ അതിമൂന്ന് രക്ഷപ്പെട്ട വലക്കേന്. ഞാൻ അറിഞ്ഞാത്തോളം എന്താ സംഭവം വരാ വാങ്ങി ഈ സ്വർണ്ണക്കടത്തും കോയിലിന്റെ പരിപാടി എല്ലൂടി എന്നുള്ള ഞാൻ പറഞ്ഞിട്ട് കേട്ടത്. മമ്മുവോ, നമ്മളെ നാട്ടിലേക്ക് ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഗൾഫിൽ പോയി രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വർണ്ണക്കടത്താണ്, അറബിനെ പറ്റിച്ചാണ് പറഞ്ഞാൽ കുറെ കഥകളും കണ്ടിട്ടുണ്ട്. അത് സംഭവം സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ മൂപ്പര് ഒരു ഗ്രോസറിയിൽ പണിയെടുക്കേന്. അപ്പൊ അതിന്റെ അടുത്ത് ഒരു തോട്ടത്തിൽ ഇവിടെ ഒരു ചെറിയ ഗ്രോസറി കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പര് എന്തൊക്കെ തിരുമറി എടുക്കാണ്ട് ഒരു ഗ്രോസറി തുടങ്ങിയതാണ്. മൂപ്പര തലവര ശരിയായപ്പോൾ അവിടെ ഗവൺമെന്റ് UAE ഗവൺമെന്റ് എന്ത് ചെയ്ത് അവിടെ ഒരു വില്ല പ്രോജക്റ്റ് കൊടുത്തു. 1000 വീട് കൊണ്ടുവരേണ്ട ഒരു വില്ല പ്രോജക്റ്റ് അലിഫ് ബെയ്ത്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അത് ഇയാളെടുത്ത ഈ ഗ്രോസറിന്റെ നേരെ മുന്നിലായി ചെയ്ത്. അങ്ങനെ അവിടെ ഈ കൺസ്ട്രക്ഷൻ വർക്കിന് വന്ന ആൾക്കാരെ കച്ചവടം എല്ലാം കൂടി ആയിട്ട് മൂപ്പര് അങ്ങനെ കണ്ട് രക്ഷപ്പെട്ടതാണ്. പിന്നെ അയാളിപ്പോ UAE തന്നെ 4-5 സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റ് തുറന്ന് കുറെ കത്തീരിയകൾ തുറന്ന് അങ്ങനെയാണ് രക്ഷപ്പെട്ടത് മൂപ്പര്. അതിനാണ് ഇപ്പൊ ഈ ആൾക്കാർ നാട്ടില് ഇങ്ങനെ കള്ളക്കടത്താണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുണ്ടാക്കുന്നത്. ഇത് നമ്മളെ മലയാളികളെ ഒരു മെയിൻ പ്രശ്നമാണ്. ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഓരോരോ കഥകൾ ഉണ്ടാക്കും. ഇങ്ങോട്ട് പോന്നാ. വലൈക്കും അസ്സലാം. എടാ ഞാൻ പെരിയിൽ പോയിനെ. അപ്പൊ അവള് പറഞ്ഞ് പള്ളിയിൽ പോയതാണ്, എന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. അതിപ്പോ എന്താടാപ്പാ? എനിക്കറിയാലോ മാനിപ്പാന്റെ കഥ. ഗൾഫിൽ കച്ചവടം ചെയ്യാൻ കോടിക്കണക്കിന് ഉറുപ്പിന്റെ കട ആക്കി. ഞാൻ ഓനെ പോയി അവിടെ കണ്ടിരുന്നേ. അപ്പൊ അവസ്ഥകളൊക്കെ എന്നോട് പറഞ്ഞേക്കുന്നു. പിന്നെ ഇപ്പൊ കച്ചവടം ആകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും, അതിന്റെ ഒരു ഭാഗമാണ്. നമ്മളെ പറമ്പുകളിൽ ഇരിക്കൂരൊക്കെ വിറ്റിട്ടും കടം കംപ്ലീറ്റ് വേറിയിട്ടില്ല. അതിന്റെ അടുത്ത് കുറച്ച് സഹായിക്കാൻ ഉണ്ടാവുക. അതാപ്പാ ഞാനിപ്പേ അജ്മാൻ സൂപ്പർ മാർക്കറ്റിന്റെ ബ്രാഞ്ച് തുടങ്ങാനുള്ള പരിപാടിയിലാണ്. അപ്പൊ അതിനുള്ള പൈസ ഒക്കെ കൂടി കുറച്ച് ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കുറച്ചൊരു ടൈറ്റ് ആണ്. എടാ എനിക്കും പൈസ ഒക്കെ ടൈറ്റ് ആണല്ലേ. ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യാ? അതാപ്പാ അവിടേക്ക് അപ്പാ സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനമാണ് നമുക്ക് ഇനി നീട്ടിയേക്കാം. 8-12 വലുതല്ലല്ലോ സൂപ്പർ മാർക്കറ്റും പറമ്പ് വന്നു. അപ്പൊ നിങ്ങൾ പേടിച്ചോണ്ടാ, ഞാൻ ശരിയാക്കി തരാം കേട്ടാ. എന്നാ പോയിക്കോളിട്ടാ.